ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണിത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിട്ടാണ് എണീച്ചത്. എല്ലാ ദിവസവും ലേറ്റായിട്ട് തന്നെയാണ് എണീക്കാറ്, എന്നാലും സൺഡേ ആയതുകൊണ്ട് ഒന്നും കൂടെ ലേറ്റായിട്ടാണ് എണീച്ചത്. ഇന്നാണെങ്കിൽ നമ്മൾ കുറേ അധികം പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകാൻ പറ്റുമോയെന്നൊന്നും അറിഞ്ഞൂടാ, പിന്നെ ആകെ ഒരു ദിവസമല്ലേ ലീവുള്ളൂ. അപ്പം ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ തന്നെ നമ്മൾ കുക്ക് ചെയ്തു, അതെല്ലാം കഴിച്ചു. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മളൊന്നും കുക്ക് ചെയ്തില്ല, പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറം ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ എല്ലാവരും മീൽസ് കഴിക്കുന്നത് കണ്ടു. അവിടുത്തെ സ്പെഷ്യലാണോ എന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരും കഴിക്കുന്നത് കണ്ടുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഫുൾ നോൺ വെജാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുറത്ത് പോകുമ്പോൾ നമ്മളൊന്ന് വെജ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റെഡിയായി, അത് കഴിഞ്ഞ് ദയാരുട്ടനും റെഡിയായി. ബോയ്സിന് പിന്നെ റെഡിയാവാൻ അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ കഷ്ടപ്പാട് വല്ലതും അവർക്കുണ്ടോ? ചീർപ്പ് പോലെ എടുത്ത് തലപോലും ചെയ്യുന്നേണ്ട ആവശ്യമില്ല. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, ഉരുള. ഇവിടെ ഞാൻ എപ്പോൾ വരുമ്പോഴും അത്യാവശ്യം റഷാണ് ഉണ്ടാവാറ്. ഇന്നും നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ടൊന്നുമല്ല, പൊതുവേ ഇവിടെ എപ്പോഴും തിരക്കാം. കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കിട്ടി. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എൻ്റെ ഒരു സ്ഥായി ഭാവമാണിങ്ങനെ, ഒരു ഗൗരവം പിടിച്ചൊരു ഫേസ്. അതെനിക്ക് ജാടയായതുകൊണ്ടൊന്നുമല്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ശ്രദ്ധിക്കണേ, എപ്പോഴും എൻ്റെ ഫേസ് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് വന്നു. ഞാനൊരു സദ്യയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പോയത്, പക്ഷേ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫുഡ് അല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല ഒരു മീൽസ് തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ടുപേരും കഴിച്ചു. കാരണം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ മൂവിക്ക് പോകാൻ ലേറ്റാവും. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ സൺഡേ കൊണ്ട് തന്നെ പറയണ്ടല്ലോ, നല്ല തിരക്കായിരുന്നു. നമ്മളാണെങ്കിൽ ഒബ്രോണിലെ PVRലായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എടപ്പള്ളി സൈഡൊക്കെ എല്ലാ ദിവസവും അത്യാവശ്യം തിരക്ക് തന്നെയാണ്. നമ്മൾ ലേറ്റൊന്നും ആയില്ല, എന്നാലും ഓൾമോസ്റ്റ് പടം തുടങ്ങുന്ന കറക്റ്റ് സമയത്ത് തന്നെ എത്തി. നമ്മൾ മോളിലൊന്നും അധികം ചുറ്റിത്തിരിയാനൊന്നുമില്ല, നേരെ തന്നെ പടത്തിന് കയറി. നമ്മൾ പടക്കളം മൂവിക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല മൂവി തന്നെയായിരുന്നു, ഒരു കോമഡി, ഒരു കൈൻഡ് ഓഫ് ഒരു പടം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഒന്ന് മോളിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ആകെ ഒരു വട്ടമാണ് കേട്ടോ വന്നേക്കുന്നത്. അത് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കാണാനൊന്നുമുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. ഇന്ന് പിന്നെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഇത് ഫുള്ളൊന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഈസി ബൈയിൽ കയറി. വേറെ ഡ്രസ്സുകളൊന്നും എനിക്കങ്ങനെ ഇഷ്ടമായില്ല, പക്ഷേ കുർത്തീസിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബ്ലൂ കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ഒരു അഫോർഡബിൾ റേറ്റുമാണ്. പിന്നെ അത് ഈ ഒരു കുർത്തി, ഇതിൻ്റെയൊക്കെ മെറ്റീരിയലും അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലായിരുന്നു. ഇതൊരു ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്, കുർത്തിയും പാൻസും പിന്നെ ഈ കാണുന്ന ഷോളും. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് അതൊക്കെ കണ്ടിങ്ങനെ നടന്നു. എനിക്കാണെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വെറുതെ ഇങ്ങനെ മുകളിലൊക്കെ പോയി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ താഴത്തോട്ട് നോക്കിയപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ഡ്രസ്സിൻ്റെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു ചിക്കൻ കാരി കുർത്തി കണ്ടു. അതെടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ താഴത്തേക്ക് വന്നേ. അവിടെ തന്നെ കുറച്ച് ജ്വല്ലറിയുടെയൊക്കെ ഒരു ഷോപ്പ് കണ്ടു. അതിനകത്ത് അത്യാവശ്യം നല്ല ക്യൂട്ട് പീസസൊക്കെ കണ്ടു. ഇതുപോലത്തെ കുറേ മാലകളൊക്കെ ആദ്യം കാണിച്ചൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കാണിക്കണമൊന്നും വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എന്താ വാങ്ങിച്ചതെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കേ. ഞാൻ സത്യം പറഞ്ഞാൽ അതെല്ലാം എടുക്കാൻ വിട്ടുപോയി. ഈ ഒരു കുർത്തി കണ്ടിട്ടാണ് ഞാൻ മേലേന്ന് വന്നത്. എൻ്റെ മുന്നേ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് പക്ഷേ കുറേ വട്ടി ഇട്ടിട്ട് അത് കേടായിപ്പോയി. കുറേ നേരം ഞാൻ അവിടുത്തെ എല്ലാം നോക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ സൈസ് കിട്ടാനും ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ലുലുവിലോട്ട് പോയി. നല്ല ബ്ലോക്കായിരുന്നു, റോട്ടിലും നല്ല ബ്ലോക്കായിരുന്നു. ലുലുവിൻ്റെ എൻട്രൻസ് കയറി നമുക്ക് പാർക്കിംഗ് കിട്ടാനും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ബ്ലോക്ക് പ്രതീക്ഷ തന്നെയാണ് പോയത്. നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് അതിനകത്തോട്ട് കയറിയത്. സ്കൂൾ തുറക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ സാധനങ്ങളായിരുന്നു താഴേക്ക്, ബാഗ്, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ മേലോട്ട് പോയി. നമുക്കിന്ന് ഫണ്ടൂറയിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനകത്ത് സീറോ ഗ്രാവിറ്റി റൈഡിൽ ഞാൻ പണ്ടൊരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പേടിച്ച് തന്നെയാണ് പോയത്. എനിക്ക് ഇങ്ങനത്തെ റൈഡ്സൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാലും എനിക്ക് കയറാനൊരാഗ്രഹം തോന്നിയിട്ട് ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ ചുമ്മാ അതിനകത്തൂടെയൊക്കെ ഇങ്ങനെ വെറുതെ നടന്നു കുറേ നേരം, എന്നിട്ടാണ് റൈഡിൽ കയറാൻ വേണ്ടി പോയത്. അതിനകത്തും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ കാർഡൊക്കെ എടുത്തു. 2 പേരല്ലേ ഉള്ളൂ റൈഡിൽ കയറാൻ. അപ്പോൾ അതിനകത്ത് ബാക്കി ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമ്മൾ ഈ പാവേനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ കുറേ പേരുടെ കയ്യിൽ അത് കാണാനുണ്ട്. ഞാൻ വിചാരിച്ചു സിമ്പിളായിരിക്കും,
യൂഷ്വലി കിട്ടാൻ പാടാണ്. എന്നാലും ഇങ്ങനെ കുറേ പേരുടെ കൈ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒന്ന് നോക്കാം. കുറച്ച് വട്ടം നമ്മൾ ട്രൈ ചെയ്തു. കിട്ടാണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ആദ്യം റൈഡിൽ കയറാം. കാരണം ഫുൾ ബാലൻസ് തീർന്നാൽ പിന്നെയും റീചാർജ് ചെയ്യണ്ടേ. സോ ആദ്യം നമ്മൾ റൈഡിൽ കയറി. കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായത്. ഞാൻ ആദ്യം കയറും, പേടിച്ച് കണ്ണടയ്ക്കും. കുറേ കഴിയുമ്പോൾ ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കും. ഇത് കാണുമ്പോൾ എനിക്ക് പിന്നെയും പേടിയാവും. അത് കഴിഞ്ഞാൽ പിന്നെയും കണ്ണടയ്ക്കും. ഈ റൈഡിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ണടച്ച് തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ വെറുതെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഈ റൈഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ലൈറ്റിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിതിങ്ങനെ ചുമ്മാ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചെറിയ പിള്ളേരുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അതൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നിർത്തി വെച്ച പരിപാടി തുടങ്ങി. ആദ്യം എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലാണ്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ കുറേ പേരുടെ കയ്യിലിങ്ങനെ കണ്ടപ്പോൾ എനിക്കും തോന്നി ഇനിയിപ്പോൾ എങ്ങാനും കിട്ടിയാലോ. അതും പറഞ്ഞ് നമ്മൾ കുറേ നേരം നോക്കി. ഓരോരോ ബോക്സിലും മാറി മാറി നോക്കി. ഇനി അവിടുത്തെ പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. കാർഡിലെ കാശും കഴിഞ്ഞു. എന്താണെന്ന് അറിഞ്ഞുകൂടെ, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് ആയിപ്പോയി. അവിടുത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും വിഷമമായി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ആ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ ഒന്ന് നൈക്കേ കയറി. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാനൊരു ബബിൾ ടീ ആണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് ഫ്രൈഡ് ചിക്കനും ബർഗറൊക്കെ കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ ഒരുവിധം വിഷമങ്ങളൊക്കെ മാറി. ഞാൻ പിന്നെയും പഴയ മൂഡിലോട്ടായി. ഞാൻ രാവിലെ മുടി വെട്ടാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അവിടേക്ക് ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ലുലുവിൻ്റെ തന്നെ താഴെ ഒരു സലൂൺ ഉണ്ടായിരുന്നു, അവിടെ പോയി വെട്ടാമെന്ന് വിചാരിച്ചു. പേജ് 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡിയോയിലാണ് കേട്ടോ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് കുട്ടി കുട്ടി ബാങ്ക്സ് വെട്ടിയിടണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അവിടെ വന്ന് പുള്ളീനോട് അത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു സ്കൂളിൽ പഠിക്കണ കൊച്ചിനെ പോലെ ആയിരിക്കും, നല്ല വൃത്തികേടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്തിനാ വെറുതെ. പിന്നെ പുള്ളി തന്നെ എനിക്കൊരു ഹെയർ സ്റ്റൈൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പിന്നെ അങ്ങനെ വെട്ടിക്കോളാൻ പറഞ്ഞു. എന്തായാലും വന്നല്ലേ വെട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് 2 സൈഡിലും കുറച്ച് ബാങ്ക്സ് വെട്ടിത്തന്നു. പിന്നെ എനിക്ക് ഹെയറിൻ്റെ അറ്റം ഒന്ന് ട്രിം ചെയ്യണമായിരുന്നു. സോ അതും ചെയ്തു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ലപോലെ പുള്ളി ചെയ്തു തന്നെ. ഞാൻ വിചാരിച്ചത് നടന്നില്ലെങ്കിലും പുള്ളി ചെയ്തു തന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എത്ര ദിവസം ഇങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല. കാരണം മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 ഹെയർ വാഷ്, 1-2 വേണമെന്നില്ല, ഒരു ഹെയർ വാഷിൽ തന്നെ മുടി പണ്ടത്തെ ഒരു കോലത്തേക്ക് വരും. പിന്നെ ഈ ബാങ്ക്സൊക്കെ എങ്ങനെ കിടക്കാമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ റോഡിൽ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാണ് വീട്ടിലെത്തിയത്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. എത്ര ലേറ്റായാലും വീട്ടിലെത്തി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്നും കൂടി കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ വീട്ടിലെത്തി വൈകാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ തുറന്നു നോക്കി. നമ്മളവിടെ നിന്ന് 2 കുർത്തിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഇയറിങ്സ് എടുത്തായിരുന്നു. ഇത് കളർ ഫെയ്ഡ് ആകുമെന്നൊന്നും അറിയില്ല. കണ്ടപ്പോൾ കുറച്ച് രസം തോന്നിയോണ്ട് ഞാനത് മേടിച്ചു. പിന്നെ ഈ ഒരു ചെയിനും 2-3 ചെയിൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഈ ചെയിനെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. പിന്നെ അത് ഞാൻ ആദ്യം വെച്ച് നോക്കി ഗ്രീൻ കളർ കുർത്തിയാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് എന്തോ ഈ ചിക്കൻ കറി മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും അതിന്. പിന്നെ നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ അധികം ക്വാളിറ്റി ഒന്നും ഉണ്ടാവാറില്ല. ഇതാകുമ്പോൾ നമുക്ക് നോക്കിയെടുക്കാമല്ലോ. പിന്നെ അത് ഞാൻ ഈ ഒരു കുർത്തിയും കൂടെ എടുത്തു. ഇതെനിക്ക് ആവശ്യമുണ്ടായിട്ട് എടുത്തോന്നല്ല, പക്ഷേ 2 എടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചാൽ. ഇതിലിപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ എടുത്തു. പിന്നെ ഞാൻ നൈക്കിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലം ഒരു ഹൈലൈറ്റർ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ലിക്വിഡ് ഹൈലൈറ്റർ അത്യാവശ്യം നന്നായി ബ്ലെൻഡായി പോകുന്നുണ്ട്. പിന്നെ ഞാനൊരു ലിപ് ഗ്ലോസും മേടിച്ചു. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു റോസ് കളറാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.